മാഡം, ദിസ് വേ പ്ലീസ്. ആ, ഉത്തരവ് പോലെ ഇതാ ഏകാന്തമായ സ്ഥലത്ത് കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നു. ഇനി എന്താ വേണ്ടതെന്ന് ആജ്ഞാപിച്ചാൽ? എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്നാണ് പോരാൻ നേരത്തെ കരാറ്. ഈ ഉള്ളവൻ വാക്ക് മാറാറില്ല. ഉറപ്പല്ലേ? ഉറപ്പ്. എങ്കിലേ ആ മരത്തിന്റെ കീഴെ ഒരല്പനേരം തലകുത്തി നിൽക്കണം. അതിനെന്താ? വേണ്ട ശ്യാം, വേണ്ട വേണ്ട. നീ ആവശ്യപ്പെട്ടതല്ലേ വേണം. ഞാൻ തമാശ പറഞ്ഞതല്ലേ. തമാശയായാലും കാര്യമായാലും ഞാൻ പറഞ്ഞ വാക്ക് വാക്കാണ്. ദൈവം വന്ന് പറഞ്ഞാൽ പോലും ഞാൻ കൊടുത്ത വാക്ക് മാറാറില്ല. ഞാനാണ് പറയുന്നത്. നോ, വേണ്ട പ്ലീസ്. ഓക്കെ ഓക്കെ ഓക്കെ. ശരി, എനിക്കിപ്പോ ദൈവത്തെക്കാൾ വലുത് നീയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അനുസരിക്കും? കുറച്ചു കാലമൊക്കെ അനുസരിക്കും. കുറച്ചു കാലമോ? അതെ, എന്റെ താലി നിന്റെ കഴുത്ത് വീഴുന്നത്. അതിനുശേഷം പലിശ സഹിതം തിരിച്ചു തരും. പിന്നെ പിന്നെ അതിന് വേറെ പെണ്ണിനെ നോക്കിക്കോ. ജീവിതത്തിൽ ഞാൻ ഒരേ ഒരു പെണ്ണിനെ മാത്രമേ നോക്കിയിട്ടുള്ളൂ, നിന്നെ. നിന്നെ മാത്രം നോക്കി ഞാൻ ഈ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യും. എന്തിനാണ് ശ്യാം എന്നെ ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലുന്നത്? വീണ്ടും പുനർജനിക്ക്. അടുത്ത ജന്മത്തിലും നമ്മളിങ്ങനെ അടുപ്പമാകാം. ഇനിയും സ്വപ്നം കണ്ട് ഇങ്ങനെ നടക്കാൻ എന്നെ കൊണ്ട് വയ്യ സ്വപ്നം. ഞാൻ ഇന്നലെ അച്ഛനും അമ്മയ്ക്കും എഴുതി. എന്തെന്ന്? സിംഗപ്പൂരിലുള്ള അച്ഛനും അമ്മയും വായിച്ചറിയുവാൻ എഴുതുന്നത് എന്തെന്നാൽ, നിങ്ങളുടെ പ്രിയപുത്രൻ ശ്യാം ഒരു പെണ്ണ് മൂലം അപകടകരമായ നിലയിലാണ്. അപകടമോ? അതെ, അപകടം പെണ്ണിനല്ല. പെണ്ണിന്റെ ചേട്ടൻ ഒരു മുരടനാണ്. അവന്റെ കയ്യിൽപ്പെട്ട് പ്രിയപുത്രന്റെ എല്ലുകൾ കേടാവും മുൻപ് വേണ്ടത് ചെയ്യുക. എന്റെ ചേട്ടൻ നല്ലവനാ. അല്പം പേടിക്കണമെന്ന് മാത്രം. സുരേഷ് ഇന്ന് സ്പോർട്സിന് പോയില്ലായിരുന്നെങ്കിൽ നീ സമ്മതിച്ചാലും നിന്നെയും കൊണ്ട് ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കുമോ? എത്ര നാളത്തെ കാത്തിരിപ്പ് വേണ്ടി വന്നു? നീ ഒന്ന് കനിയാൻ. വേണമെങ്കിൽ കാത്തിരുന്നേ പറ്റൂ. കാത്തിരിക്കും. ദിവസങ്ങളല്ല, വർഷങ്ങളല്ല, നൂറ്റാണ്ടുകൾ, യുഗങ്ങൾ. ആരാ മോളെ? ആരെയും കാണുന്നില്ലമ്മേ. കള്ള നീയാണോ? അമ്മേ, ഇത് കണ്ടോ? എനിക്കറിയാം മോനെ. വാ. ആദ്യം ഞാനിത് അമ്മയെ കാണിക്കണമെന്ന് കരുതുക. ബെല്ലടിച്ചപ്പോ കഥ തുറന്നതോ ഈ കഴുത. 4 ഐറ്റങ്ങളിൽ യൂണിവേഴ്സിറ്റി ഫസ്റ്റ്. ഈ ആഴ്ചയിലെ എല്ലാ പത്രങ്ങളിലും അമ്മയുടെ മകന്റെ പടമായിരിക്കും. അമ്മ ഇവർക്ക് എന്ത് പറ്റി? എന്താ മോളെ? എടി, നീ ഇത് കണ്ടോ? എനിക്ക് കാണണ്ട, ഞാൻ കഴുതയല്ലേ. ഓ, അതോ. നിനക്ക് കാണാനില്ലെങ്കിൽ ഞാൻ എന്തിനാ പാടുപെട്ട് ചാമ്പ്യൻഷിപ്പ് നേടിയത്? വേണ്ട. അമ്മേ, ഇപ്പൊ ഇവളെ കണ്ടാൽ
മിസ് വേൾഡ് പോലുണ്ട് അല്ലേ അമ്മേ? ഞാൻ ലോകസുന്ദരിയൊന്നും അല്ല. ലോകത്തിൽ ആരെങ്കിലും ഒരാളുടെ സുന്ദരിയായാൽ മതി എന്നായിരിക്കും. പേടിക്കണ്ട, അമ്മയും ചേട്ടനും ചേർന്ന് എത്രയും വേഗം ശരിയാക്കി തരാം. എന്താ അമ്മേ? ബാഗിൽ അവിടുന്ന് വാങ്ങിയ സാരിയുണ്ട്, കാഡ്ബറി ചോക്ലേറ്റ് ഉണ്ട്. ഒന്നും വേണ്ടേ? വേണ്ട. ചേട്ടൻ ഒരു തമാശ പറഞ്ഞല്ലേ മോളെ, അതിനിങ്ങനെ പിണങ്ങിയാലോ? നീയല്ല, ഞാനാ കഴുത. അല്ലല്ല. അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും കഴുതയാ. എന്താ പോരെ? മതി. ആ, അപ്പൊ മിസ് കഴുത ഇതെല്ലാം ഒന്ന് എടുത്തോണ്ട് വെക്ക്. ദൈവമേ, ഇവളെ കെട്ടാൻ പോകുന്നതിന്റെ ഒരു പാട്. ശരിക്കും വേണം. ഏത് സ്വപ്നയാടാ ഇത്? നിന്റെ പുന്നാര പെങ്ങള് തന്നെ. പെങ്ങളെ അവന്റെ കൂടെ കുഴഞ്ഞാടാൻ വിടുമ്പോ ആലോചിക്കണം ഇങ്ങനെ ചിലതെല്ലാം ഉണ്ടാകുന്നു. ആദ്യം സംഭവം നേരാണോ എന്ന് അളിയൻ അന്വേഷിക്കണം. നേരാണെങ്കിൽ വെറുതെ എനർജി വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ചേട്ടാ, ഈ ലക്കം സ്പോർട്സ് ഹെറാൾഡിൽ ചേട്ടന്റെ ഫോട്ടോ ഉണ്ട്. എന്താടാ, എന്തുണ്ടായിന്ന്? അമ്മ ഇവളെ കോളേജിലേക്ക് പഠിക്കാനോ അത് പ്രേമിക്കാനോ? നീ കാര്യം എന്താണെന്ന് പറ. ഇവൾ ശ്യാമെന്നൊരുത്തരുമായി പ്രേമമാണെന്ന് കോളേജിൽ പാട്ടായിരിക്കുന്നു. നേരാണോടി? ശ്യാമിനെ നീ അറിയോ? അവനെ ഞാൻ കണ്ടിട്ടുണ്ട്. കോളേജിലെ വിവരം കിട്ട പിള്ളേർ വല്ലതും പറയുന്നെന്ന് വെച്ച് നീ എന്തിനാ ഇവളെ വഴക്ക് പറയുന്നത്? വഴക്ക് പറയല്ലാതെ പിന്നെ ഞാൻ അഭിനന്ദിക്കണോ? അഭിനന്ദിക്കേണ്ട കാര്യമാണെങ്കിൽ വേണം. മോളെ, ശ്യാമിനെ നിനക്ക് ഇഷ്ടമാണല്ലേ? നിനക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ അതാദ്യം അറിയേണ്ടത് നിന്റെ ചേട്ടനാണ്. സ്നേഹിക്കുന്നത് തെറ്റല്ല മോളെ, അത് മറച്ചു വെക്കുന്നതാ തെറ്റ്. പറ, ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. അതെ, ശ്യാമിന് നിന്നെ ഇഷ്ടമാണല്ലേ? ശ്യാമിനോട് എനിക്കൊന്ന് സംസാരിക്കണം. നിനക്ക് അവന്റെ ഫോൺ നമ്പർ അറിയാമോ? അവൾക്ക് പിന്നെ അറിയാതിരിക്കുമോ? പറഞ്ഞു കൊടുക്കണി. 7677. ഹലോ, മിസ് ശ്യാമാണോ? യെസ്, ശ്യാം ഹിയർ. ഞാൻ സ്വപ്നയുടെ അമ്മയാണ്. അമ്മയോ? ശ്യാമിനെ കുറിച്ച് സ്വപ്ന പറഞ്ഞു. എനിക്ക് കുട്ടിയെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പൊ ഫ്രീ ആണോ? അതെ അതെ, ഫ്രീ ആണ്. എങ്കിൽ ഇവിടെ വരെ ഒന്ന് വരും. ആ, ശ്യാം ഇപ്പൊ വരും. മര്യാദയ്ക്ക് പെരുമാറണം. ഞാൻ എന്റെ പേര് ശ്യാം. അറിയാം. വരൂ.
സ്വപ്നയുടെ അമ്മയാണ് ഞാൻ. അറിയാം. എങ്ങനെ അറിയാം? ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? സ്വപ്നയുടെയും സുരേഷിന്റെയും കൂടെ അമ്മ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ അമ്മയ്ക്ക് മനസ്സിലായോ? നിന്നെ കുറിച്ച് എല്ലാം അമ്മയ്ക്കറിയാം. ആട്ടെ, എന്നെ പല കുറി കണ്ടിട്ടും നീ എന്താ എന്നോട് സംസാരിക്കാതിരുന്നേ? അത് എന്റെ അച്ഛനും അമ്മയും സിംഗപ്പൂരിൽ നിന്ന് വന്നിട്ട് ആകാമെന്ന് കരുതി. അതെന്താ? സ്വപ്നയെ എനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് അവരെ കൊണ്ട് സംസാരിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഓഹോ, ശ്യാമിന്റെ അച്ഛനും അമ്മയും സിംഗപ്പൂരാണല്ലേ? അതെ, ഞാനും അവിടെയായിരുന്നു. ഞാൻ നാട്ടിൽ പഠിക്കുന്നതാണ് ഡാഡിക്ക് ഇഷ്ടം. എനിക്കും അതാണ് ഇഷ്ടം. അതാണ് ഞാൻ മാത്രം ഇവിടെ. പഠിക്കാൻ വന്നിട്ട് അത് പൂർത്തിയാക്കാതെ ശ്യാം പ്രേമിക്കാൻ നടക്കുന്നത് ശരിയാണോ? മമ്മി, ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. എനിക്ക് സ്വപ്നയെ വേണം. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഐ വാണ്ട് ഹെർ. ഐ ലവ് ഹെർ. പ്ലീസ്. സുരേഷ്, എന്താ അമ്മേ? മിസ്റ്റർ ശ്യാം നമ്മുടെ സ്വപ്നയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ അഭിപ്രായം എന്താ? അമ്മയ്ക്ക് ശ്യാമിനെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എത്ര ശ്രമിച്ചാലും എന്റെ അനുജത്തിയുടെ ഇഷ്ടത്തിന് എതിരെ നിൽക്കാൻ എനിക്ക് പറ്റില്ല. എന്നാ ഞാൻ വരട്ടെ. മോനിരിക്കെ, അമ്മ കാപ്പി കൊണ്ടുവരാം. എന്താടാ ചന്ദനക്കുറിയും തൊട്ട് ഭക്തവേഷവും ചമഞ്ഞ് നീ എന്റെ അമ്മയെ ചാക്കിലാക്കിയല്ലേ? അതെ അളിയ. എന്താ വിളിച്ച? അളിയൻ. അമ്മേ. ഏതായാലും കാര്യങ്ങളെല്ലാം ഇത്ര അനുകൂലമായി തിരിയുമെന്ന് ഞാൻ കരുതിയില്ല. നാം സ്നേഹിച്ചതല്ലേ ഉള്ളൂ, മറ്റു തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഹായ് സുരേഷ്. അടുക്കുന്നതെല്ലാം കൊള്ളാം, ഇങ്ങനെ നടക്കുന്നതും കൊള്ളാം. പക്ഷേ ഇടയിൽ ഇത്രയും സ്ഥലം വിട്ടേക്കണം. കല്യാണം കഴിയുന്നവരെ എന്റെ മോട്ടോർ ബൈക്കിന് കടന്നു പോകാൻ. കേട്ടോടി? കേട്ടു. വ്യാഴാഴ്ച രാത്രി മറക്കരുത്. എന്താ? എന്റെ ബർത്ത്ഡേ. ഓ, അഥവാ മറന്നാലും ഓർമ്മപ്പെടുത്താൻ തന്റെ ഏജന്റ് ഉണ്ടല്ലോ വീട്ടിൽ. പോകാനല്ല. എടാ, നിനക്ക് സ്വപ്നെ പൊക്കല്ലേ വേണ്ടു. വാ പോകാം, അതിന് ഇനി സമയമുണ്ട്. ക്ലാസ്സില്ലേ? കട്ട് ചെയ്തു. എന്തിന്? നിന്നെ കാണാൻ. അങ്ങനെ ഇപ്പൊ കാണുകയൊന്നും വേണ്ട, മര്യാദയ്ക്ക് ക്ലാസ്സിൽ ചെല്ല്. ജനറൽ ഇംഗ്ലീഷാണ്. അതെടുക്കാൻ വരുന്ന ലെക്ചറേക്കാൾ കൂടുതൽ വിവരം അക്കാര്യത്തിൽ എനിക്കുണ്ട്. വാ, ക്യാൻറ്റീനിൽ പോവാം. എന്താ ചിരിക്കുന്നത്? വെറുതെ. അല്ല, എന്തോ ഉണ്ട്. ഒന്നുമില്ല. പറയുന്നേ. രഹസ്യമാ, കാതിൽ പറയാം. സൂത്രം ഒന്നും വേണ്ട, ഇത് കോളേജ് കോമ്പൗണ്ടാ. അതിനെന്താ, ഞാൻ നിന്നെ പരസ്യമായി ചുംബിക്കാനൊന്നും പോകുന്നില്ല. സൗകര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി. അയ്യോ, ഞാൻ പേടിച്ചു പോയി. ഞാൻ വിചാരിച്ചു ചേട്ടനാണെന്ന്. ആ പാർട്ടിയെ സത്യത്തിൽ എനിക്ക് പേടിയാ. പേടിക്കണ്ട, ചേട്ടന് ക്ലാസ് ഉണ്ട്. വരുന്നത് വരെ ക്യാൻറ്റീനിൽ പോയിരിക്കും. വരൂ. രണ്ടാളും ഒരുപോലെ ഇരിക്കുന്നു. സിനിമയിലെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. സ്വഭാവത്തിലും രണ്ടാളും ഒരുപോലെയാണെന്നാ കേട്ടിട്ടുള്ളത്. മൂക്കത്തായിരുന്നു സ്വപ്നയുടെ അച്ഛന് ദേഷ്യം. അത് മക്കൾക്ക് രണ്ടാൾക്കും കിട്ടിയിട്ടുണ്ട്. അമ്മ നുണ പറയുകയാ. എനിക്കങ്ങനെ മുൻകോപമൊന്നുമില്ല. ആ, ചേട്ടന്റെ കാര്യമാണെങ്കിൽ ശരിയാ. സ്വപ്നയുടെ ചെറിയച്ഛൻ ഇപ്പൊ എവിടെയാണ്? ഒരറിവുമില്ല, ഞാൻ നേരിട്ട് കണ്ടിട്ടുമില്ല. അതെന്താ? എന്നെ ഇവളുടെ അച്ഛൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് രണ്ടുപേരും പിണങ്ങി പിരിഞ്ഞിരുന്നു. കാരണം? ഞാൻ പറയാം ഷാ. പറയട്ടെ അമ്മേ. പോടി അവിടുന്ന്. നിനക്കറിയാവുന്ന സ്നേഹിതന്മാരെ പോലെയായിരുന്നു രണ്ടുപേരും. വിവാഹവും ഒരുമിച്ച് നടത്തണമെന്നായിരുന്നു തീരുമാനം. ഇവളുടെ അച്ഛൻ തീരുമാനം തെറ്റിച്ചു. ഡാഡി കയറി അമ്മയെ ലവ് ചെയ്ത് കല്യാണം കഴിച്ചു, ചെറിയച്ഛനെ അറിയിക്കാതെ. അതെ, അത് തന്നെയാ ഉണ്ടായത്. ചേട്ടനും അനിയനും തമ്മിൽ തെറ്റി. അനിയൻ വീട് വിട്ടിറങ്ങിപ്പോയി. ഒരിക്കൽ ഇവളുടെ അച്ഛൻ പറയുന്നത് കേട്ടു, തമിഴ്നാട്ടിൽ എവിടെയോ ഒരു ഫാക്ടറി നടത്തുന്നുണ്ടെന്ന്. കഴിക്കുമോനെ? സ്വപ്നയുടെ അച്ഛൻ മരിച്ചിട്ടും വന്നില്ലേ? ഇല്ല. വിവരം അറിഞ്ഞിട്ടുണ്ടാവില്ലേ? ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് മുരളിദാസ്
പ്ലെയിൻ ക്രാഷ് മരിച്ച വിവരം എല്ലാ പേപ്പറിലും ഉണ്ടായിരുന്നു. അറിയാതിരിക്കില്ല. അമ്മയെ ഞാൻ എന്തൊക്കെയോ ഓർമ്മിപ്പിച്ചു. ആരും ഓർമ്മിപ്പിച്ചില്ലെങ്കിലും എന്റെ മനസ്സിൽ ആ ഓർമ്മകളേ ഉള്ളൂ. ആ എന്താടേ മണിയടിച്ച് കൂടുന്നുണ്ടല്ലോ. വീട്ടിൽ പോകേണ്ട ഉദ്ദേശമൊന്നുമില്ലേ? സുരേഷ് വന്നിട്ട് പോകാമെന്ന് കരുതി. വന്നില്ലേ? ഇനി പോണം. എന്നാ തൽക്കാലം ഞാൻ പോകുന്നില്ല. ആ എന്ത് ചെയ്യാം, ഭൂരിപക്ഷം ഇപ്പൊ നിനക്കാണ് ഇവിടെ. എന്നാ ഞാൻ വരട്ടെ. പോവുകയോ? പോയിട്ട് എനിക്ക് കാര്യമുണ്ട്. ഞാൻ ഇറങ്ങട്ടെ മേ. ശരി മോനെ. ബൈ. ബൈ ബൈ ബൈ. ബൈ. ടാറ്റാ. ഇത് അട്ടേക്കർക്കാണ് കൊടുത്തേക്കണം. ശരി സാർ. സുരേഷിന്റെ ഒറ്റ എല്ല് പോലും ബാക്കി വെച്ചേക്കരുത്. ഓക്കെ. ചേട്ടാ, എന്താണ്? അയാൾ എന്റെ ബട്ടക്സിൽ അടിച്ചു. നീ ബസ്സിൽ വയ്ക്കും. വേണ്ട ചേട്ടാ. പറഞ്ഞ അനുസരിച്ചാ മതി. നിന്റെ ചേട്ടനെ പേടിക്കണമെന്ന് ഞാൻ കൂടെ കൂടെ പറയാറില്ലേ? നിന്റെ ശരീരത്തിലൊന്നും തൊട്ടതേ ഉള്ളൂ, ആ പാർട്ടിയുടെ എല്ലൊടിച്ചു വിട്ടു. സൂക്ഷിച്ചോ. കാത്തു സൂക്ഷിച്ചു വെക്കാനല്ലേ ചേട്ടൻ അനിയത്തി എനിക്ക് തരാൻ പോകുന്നത്. ഇങ്ങനെ ഒരു ചേട്ടനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. ആ, ഞാൻ ഭാഗ്യവതിയാ. ചേട്ടന്റെ കാര്യത്തിൽ മാത്രവും അല്ല, എല്ലാ കാര്യത്തിലും. എനിക്ക് എന്റെ ഭാഗ്യം വന്നത് നിന്നോട് കൂടിയാണ്. നീ എന്റെ ജീവിതത്തിൽ ഇല്ലാതായാൽ എന്റെ ഭാഗ്യവും പോകും. ഈ ആണുങ്ങൾ മുഖസ്തുതി പറയാൻ മിടുക്കന്മാരാ. ഞാനില്ലാതായാൽ ശ്യാം എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. ഷടാ, ഞാനെങ്ങാനും മരിച്ചുപോയാൽ പിന്നെ ശ്യാമിനെ കാണാൻ പറ്റില്ലല്ലോ. മരണം മണ്ണാൻ കട്ട. അനാവശ്യം പറയാൻ നാവടക്ക് പെണ്ണേ. ഒന്ന് പറയൂ ശ്യാം. എന്തോന്ന്? ഞാൻ മരിച്ചുപോയാൽ ശ്യാം എന്ത് ചെയ്യും? ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരു ശവമായി മാറും. ആത്മഹത്യ ചെയ്യില്ല. നിന്നെ എന്നിൽ നിന്നും പിരിച്ച വിധിയോട് പ്രതികാരം ചെയ്യാൻ ഇഞ്ചിഞ്ചായി ഞാൻ എന്നെ കൊല്ലും. സ്വപ്ന, നീ എന്തിനാ കരയുന്നത്? ശ്യാം മരിക്കുന്ന കാര്യം ആലോചിച്ചപ്പോൾ. സ്വപ്ന, നീയും ഞാനും
തൽക്കാലം ഒന്നും മരിക്കാൻ പോകുന്നില്ല. ഇപ്പൊ നമുക്ക് ജീവിതത്തെ കുറിച്ച് ആലോചിക്കാം, പോരെ? ഏയ് ഏയ് ഒരു സത്യം പറയട്ടെ, എന്താണ്? നീ ഒരു ശുദ്ധ വണ്ടിയാ. ആയിക്കോട്ടെ. ഇതെന്താണെന്ന് അറിയാമോ? എന്താ? NOC, നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. ഫോറിനിൽ പോകാനല്ല, പിന്നെ നമ്മുടെ രണ്ടുപേരുടേതുമായ ലോകത്തേക്ക് പോകാൻ. അച്ഛനും അമ്മയ്ക്കും സമ്മതമാണ്. അവർ ഉടനടി വരുന്നു. എന്തിനാണെന്ന് അറിയാമോ? എന്തിനാ? നിന്നെ കാണാൻ.